ജുമാ നിസ്കാരത്തിന്റെ പ്രധാന ഘടകമാണ്, അവിഭാജ്യമായ ഘടകമാണല്ലോ ജുമാ ഖുതുബ എന്നുള്ളത്. ജുമാ ഖുതുബ അറബി ഭാഷയിലായിരിക്കുക എന്നുള്ളത് ഖുതുബയുടെ നിബന്ധനയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളുമൊക്കെ അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ സുന്നത്തിനെ പിൻപറ്റുന്ന നമ്മളും അതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഖുതുബയെ പ്രാദേശിക ഭാഷവൽക്കരിച്ച്, അതായത് അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഒക്കെ അവർ അറബിയിലായതുകൊണ്ട് അവർ അറബിയിൽ ഖുതുബ നിർവഹിച്ചു. നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കണം. ഓരോരുത്തരും അവരുടേതായ പ്രാദേശിക ഭാഷകളിലാണ് ഖുതുബ നിർവഹിക്കേണ്ടത് എന്ന് അവർ പറയുമ്പോൾ നമുക്കറിയാം, പള്ളികളിൽ നിന്ന് സമയാസമയങ്ങളിൽ 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി ബാങ്കോലി ഉയരാറുണ്ട്. ഈ ബാങ്കോലിയിലൂടെ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കലാണ്. എന്നാൽ അതൊരു ക്ഷണം എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് മനസ്സിലാവേണ്ട ഭാഷയിലാവേണ്ടേ, അത് മലയാളം ആവണം എന്നിവർ പറയുമോ? ഇല്ലല്ലോ. കാരണം അത് ഒരു പ്രത്യേക ഇബാദത്താണ്. ഖുതുബയും ആ രീതിയിലുള്ള പ്രത്യേക ഇബാദത്താണ്. സാധാരണ ഒരു പ്രസംഗമാകുമ്പോൾ അതിന് ഉളൂ വേണമെന്ന് നിബന്ധനയില്ല. എന്നാൽ ഖുതുബക്ക് ഉളൂ നിബന്ധനയാണ്. അതുപോലെ തന്നെ സാധാരണ പ്രസംഗത്തിന് ഔറത്ത് മറക്കണമെന്ന നിബന്ധനയില്ല. പക്ഷെ ഖുതുബക്ക് ഔറത്ത് മറക്കൽ നിബന്ധനയാണ്. ഇങ്ങനെ സാധാരണ ഒരു പ്രസംഗമായിട്ട് നമ്മൾ ഖുതുബയെ മാറ്റുമ്പോഴാണ് നമുക്കത് പ്രാദേശിക ഭാഷവൽക്കരിച്ചാൽ അത് പ്രശ്നമില്ല എന്ന് തോന്നുന്നത്. ഖുതുബ എന്ന് പറയുന്നത് ഒരു ഇബാദത്ത് കൂടിയാണ്. അത് നമ്മുടെ ജുമായുടെ ശരിയാകലിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശുദ്ധമായ ആ ഖുർആൻ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും 10 ഹസനത്ത് പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയവർക്ക് ആ പ്രതിഫലം കിട്ടില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അറബിയിലാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് അറബിയിൽ തന്നെ ആ ഇറങ്ങിയതുപോലെ തന്നെ നമ്മൾ ഓതുമ്പോഴാണ്, പാരായണം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അർത്ഥത്തിലുള്ള പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഖുതുബ എന്നുള്ളതും ഒരു ഇബാദത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി തങ്ങളും സഹാബികളും ഒക്കെ കാണിച്ചതുപോലെ അത് അറബി ഭാഷയിലായിരിക്കണം. നമ്മുടെ നിസ്കാരവും നമ്മുടെ ഖുർആനും ഒക്കെ. നിസ്കാരം നമ്മൾ മലയാളത്തിൽ നിസ്കരിക്കുന്നില്ലല്ലോ. നിസ്കാരത്തിലെ ദിക്റുകൾ നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലല്ലോ. നിസ്കാരത്തിലെ വജ്ഹത്തും ഒക്കെ ഒരു പ്രതിജ്ഞയാണ് അള്ളാഹുവിനോടുള്ള. അത് അർത്ഥമറിയാതെ പറഞ്ഞാലും അത് ശരിയാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഖുതുബ. ആരെങ്കിലും അത് മലയാളീകരിക്കണം, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തണം, അല്ലെങ്കിൽ പരിഭാഷയോടുകൂടി നമ്മൾ നിസ്കരിക്കണം എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖുതുബ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അത് അറബി ഭാഷയിലായിരിക്കുക എന്നുള്ള നിബന്ധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.